ഹലോ കൂട്ടുകാരെ, ഇന്നൊരു നാടൻ ചിക്കൻ കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായി നാടൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനായുള്ള ചേരുവകൾ: 4 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ ചിക്കൻ മസാല, 2 സ്പൂൺ കറി മസാല, 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത്, 4 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, 4 പച്ചമുളക് കീറിയത്. ഇനി മസാലക്കൂട്ടെല്ലാം നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലയെല്ലാം ചിക്കനകത്തൊന്ന് പിടിച്ച് വരണം. അതിനായി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചേക്കാം. ഈ സമയം നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉരുളി ഒന്ന് ചൂടായി വരുമ്പം കടുകിട്ട് കൊടുക്കാം. 4 വറ്റൽമുളക് ഇട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും, കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വരണം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ശേഷം കൊച്ചുള്ളി, സവാള, പച്ചമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ ഉള്ളി സവാളയെല്ലാം ഒന്ന് വെന്ത് വരണം. പെട്ടെന്ന് വേകാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി നമുക്ക് തൂക്കി കൊടുക്കാം. ഓൾറെഡി നമ്മൾ മസാലയ്ക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അതിനായി കറിക്ക് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടിയും കൂടി തൂക്കി കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഒന്നും തന്നെ നമ്മളിത് ഉപയോഗിക്കുന്നില്ല. സാധാ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ചെറിയൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് സെറ്റായ ചിക്കൻ പീസസ് ഇതിനകത്ത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയൊക്കെ ഒന്ന് ചിക്കനകത്ത് പിടിച്ച് വരണം. ചിക്കൻ പീസസ് എല്ലാം ചെറുതായിട്ടൊന്ന് എണ്ണയ്ക്കകത്ത് ഫ്രൈ ആയി വരണം. അതിനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വലുതായിട്ടിട്ട് ഇളക്കരുത്, ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു മൂടി വെച്ച് അരമണിക്കൂർ വേവിക്കാം. ശേഷം ഒന്നുകൂടെ തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം ചെറുതായി ചൂടാക്കിയ വെള്ളം 3 കപ്പ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒരു മൂടി വെച്ച് 1 മണിക്കൂർ വേവിക്കാം. 1 മണിക്കൂർ ശേഷം മൂടി തുറന്ന് ഒന്നുകൂടെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് അരമണിക്കൂർ വേവിക്കാം. ശേഷം 1 സ്പൂൺ കുരുമുളക് പൊടി തൂകി ഒന്ന് ഇളക്കി ചെറുതായിട്ട് കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് അടച്ചൊരു അരമണിക്കൂർ വേവിക്കാം. അരമണിക്കൂർ ശേഷം മൂടി തുറന്ന് കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കാം. ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.